കേറ്റിയെ പുതിയ വിവാദമായി പാരഡി ഗാനം. പോറ്റിയെ കേറ്റിയെ എന്ന വിവാദ പാരഡി ഗാനത്തിനെതിരെ പോലീസ് കേസെടുത്തെങ്കിലും പ്രതികൾക്കെതിരെ ഉടൻ കടുത്ത നടപടി ഉണ്ടാകില്ലെന്ന് കരുതാം. കേസ് കോടതിയിലെത്തിയാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് പോലീസ്. കേസിൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള പ്രാഥമിക നടപടികൾ പൂർത്തീകരിക്കും. പ്രതികൾക്ക് നോട്ടീസ് അയച്ച ശേഷമായിരിക്കും തുടർ നടപടി. പ്രതിപട്ടികയിൽ ഇല്ലാത്ത അണിയറ പ്രവർത്തകരുടെ മൊഴിയെടുക്കാനും നീക്കമുണ്ട്. പരാതിക്കാരന്റെ മൊഴി നാളെയോ മറ്റന്നാളോ രേഖപ്പെടുത്തും. ഗാനം അയ്യപ്പ ഭക്തിഗാനത്തെ അവഹേളിക്കുന്നതായി കാണിച്ച് തിരുവാഭരണപാത സംരക്ഷണ സമിതിയാണ് DGPക്ക് പരാതി നൽകിയത്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പാരഡി ഗാനം പ്രചരിപ്പിക്കുന്നത് അയ്യപ്പ ഭക്തർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പരാതിയിൽ പറയുന്നു. പാരഡി ഗാനം പിൻവലിക്കുകയും പാരഡി ഗാനം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് തിരുവാഭരണപാത സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല ആവശ്യപ്പെട്ടത്. എന്നാൽ പാരഡി ഗാനത്തിന്റെ പേരിൽ കേസെടുത്തതിന് പിന്നാലെ വലിയ വിമർശനമാണ് ഉയരുന്നത്. കേസ് എടുത്തതിനെതിരെ പ്രതിപക്ഷം ശക്തമായി പ്രതികരിച്ചു. പാരഡി ഗാനത്തിന്റെ പേരിൽ കേസെടുത്തത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. പാരഡി ഗാനം ആരുടെയും മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതല്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് VD സതീശൻ വിമർശിച്ചു. സംഘപരിവാറിന്റെ അതേ കളിയാണ് കേരളത്തിൽ CPM-ഉം കളിക്കുന്നത്. സാംസ്കാരിക ലോകത്തിന് മുന്നിൽ മുഖ്യമന്ത്രി തലകുനിച്ചു നിൽക്കണമെന്നും VD സതീശൻ പറഞ്ഞു. തീവ്ര വലതുപക്ഷ സർക്കാരുകളുടെ അതേ നയമാണ് ഇടതുപക്ഷ സർക്കാരിനും. ഈ നിലപാട് കേരളത്തിന് അപമാനമെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. IFFK വേദിയിൽ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടുപാടിയാണ് ചാണ്ടിയുമ്മൻ MLA പ്രതിഷേധിച്ചത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയിടുന്നതിൽ കേന്ദ്രവും കേരളവും ഒരുപോലെയാണെന്നും കേന്ദ്രം സിനിമ പിൻവലിക്കുമ്പോൾ കേരളം പാട്ട് പിൻവലിക്കുന്നുവെന്നും ഇഷ്ടമില്ലാത്തത് വിലക്കുന്ന രീതിയാണ് രണ്ടു കൂട്ടരും കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പലസ്തീൻ രാഷ്ട്രീയം പറയുന്ന ചിത്രങ്ങൾ കേന്ദ്രം വിലക്കിയപ്പോൾ കേരള രാഷ്ട്രീയം പറയുന്ന പാട്ടാണ് വിലക്കിയത്. ഇഷ്ടമില്ലാത്തത് വിലക്കുന്നതിൽ കേന്ദ്രവും കേരളവും മുണ്ടും ജാക്കറ്റും പോലെയാണ്. പാട്ടുപാടിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെയും അറസ്റ്റ് ചെയ്യട്ടെ എന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി. കൊച്ചുകുട്ടി മുതൽ ഈ പാട്ട് പാടുന്നുണ്ട്. എല്ലാവർക്കുമെതിരെ കേസെടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജയിലുകൾ പോരാതെ വരുമെന്നും ചാണ്ടിയുമ്മൻ വിമർശിച്ചു. നോ ലോജിക് ഓൺലി മാഡ്നസ് പിണറായി സർക്കാർ എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതിനിടെ പാരഡി ഗാനത്തിന്റെ പേരിൽ പന്തളം രാജകുടുംബാംഗമായ പ്രദീപ് വർമ്മ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. പന്തളം ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രദീപ് വർമ്മ. അയ്യപ്പനെ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ചട്ടലംഘനമാണെന്ന് കാണിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുക. CPM-ഉം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അയ്യപ്പനെ ഉപയോഗിച്ചുള്ള പാട്ട് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവും വർഗീയ ധ്രുവീകരണത്തിനും വേണ്ടിയാണെന്നും CPM ആരോപണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മതങ്ങളെയോ മതസ്ഥാപനങ്ങളെയോ ദൈവങ്ങളെയോ ഉപയോഗിക്കാൻ പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പുള്ളപ്പോൾ സ്വാമി അയ്യപ്പന്റെ പേരിലുള്ള പാരഡി ഗാനം കോൺഗ്രസുകാർ ലീഗുകാരോടൊപ്പം ചേർന്ന് പുറത്തിറക്കിയെന്നാണ് CPM വിമർശനം. ഇത് തെരഞ്ഞെടുപ്പിൽ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിനായി മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്നും CPM ആരോപിച്ചു.